me now. കാര്യം ചോദിക്കാണ്ട് ശൂശു. Okay, then we can stop for the day and we can continue from the same topic tomorrow at the same time. So until then, see you, bye bye, take care. Thank you very much. എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ചാനലൊക്കെ തുടങ്ങി, കാശ്മീര് ഹിമാലയൊക്കെ പോയി, ഒരു എപ്പിസോഡ് ഇതേ ഇടണത് ഇപ്പോൾ ഒരു പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഇട്ട് കഴിഞ്ഞേനെ പിന്നെ എവിടെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അയ്യോ, ആൾക്കാർ ചോദ്യം എവിടെ എൻ്റെ ഫോട്ടോ താൻ ചാനലിടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ആർക്കും അയച്ചും കൊടുത്തില്ല. ആൾക്കാരിപ്പോൾ ഫോട്ടോ എവിടെ ചോദിക്കുക. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വരും ചാനൽ ഇതിപ്പോ ബാംഗ്ലൂർ വന്ദേ ഭാരത് മാതിരി ഇപ്പൊ വരും പറഞ്ഞിട്ട് ഒരു ദിവസമായിട്ട് 4 ദിവസത്തേക്ക് ഓടി കഴിഞ്ഞേനും. അതേമാതിരി ഒരു എപ്പിസോഡ് ഇപ്പൊ വരും ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞേനും. നമുക്കത് ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഇട്ടോ. ശരി. ഹലോ, ഇപ്പൊ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്ന റൂം വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ റോയൽ എൻഫീൽഡ് അറേഞ്ച് ചെയ്യുന്ന വേറെ ഹോട്ടലിലേക്ക് ഇന്ന് താമസം മാറും. 11 മണിക്ക് ഞങ്ങൾക്ക് അവിടെ പിന്നെ അവരുടെ റോയൽ എൻഫീൽഡ് അറേഞ്ച് ചെയ്യുന്ന ബൈക്കിൻ്റെയും നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ്റെയും ഒക്കെ ടെസ്റ്റിംഗ് ഉണ്ട്. അവർ ബൈക്ക് മുഴുവൻ അവർ ചെക്ക് ചെയ്യും. അതുപോലെ നമ്മളുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആദ്യം ടെസ്റ്റ് ചെയ്യിക്കാം നമ്മളെ കൊണ്ട്. അപ്പോൾ ഇന്ന് അത് മാത്രമേ ഉള്ളൂ ഇന്ന് അവരുടെ പരിപാടി. പക്ഷേ 100 പേരുടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. അത് കഴിയുമ്പോഴേക്കും രാത്രിയാവുണ്ടായിരിക്കും മിക്കവാറും തോന്നുന്നു. ബൈക്കുകൾക്ക് വല്ല റിപ്പയർ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മളെ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. മീൻസ് വണ്ടിയിൽ നാളെ ടൂറിൻ്റെ കൂടെ നമ്മളെ പോകാൻ പറ്റുള്ളൂ. നാളെയാണ് ഇനി നമ്മൾക്ക് അതിൻ്റെ ബ്രീഫിങ്ങും, നാളെ യാത്രകളെ പറ്റിയിട്ടുള്ള ബ്രീഫിങ്ങും ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് അവർ നമുക്ക് തരേണ്ട. എല്ലാ ആൾക്കാരും ഈ 100 ആളും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ചെയ്തിരിക്കണം. നമ്മളത് പ്രാക്ടിക്കൽ ചെയ്തിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറ്റുമെങ്കിൽ നാളെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ചെയ്യണത് എന്നുള്ളത്. നമ്മൾക്ക് അതൊക്കെ നാളെയാണ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റന്നാൾ രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതാണ് ചണ്ഡീഗഡിലെ ഹോട്ടൽ നോവോട്ടൽ. ഇവിടെയാണ് റോയൽ എൻഫീൽഡ് ഞങ്ങൾക്കുള്ള താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോയൽ എൻഫീൽഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ഹോട്ടലുകളും 3 സ്റ്റാർ ഓർ എബോ ഫെസിലിറ്റി ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആർക്കും വലിയ താമസത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവരുടെ നോവോട്ടലിൻ്റെ ലോബി. ഇത് വേറെ എൻ്റെ ഷോ ഓഫാണ് കേട്ടോ. എന്നെ ഇവിടെ കാണിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഞങ്ങളെ വെൽക്കം ചെയ്തിട്ട് കൊണ്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. ഹിമാലയൻ ഒഡീസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രമേശേട്ടനവിടെ. നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ലഗേജ് അവർ ക്യാരി ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു അത്. ഒരു 3 സ്റ്റാർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏകദേശം. അതുപോലെ നല്ല ഫെസിലിറ്റികളൊക്കെ ഉള്ള റൂം തന്നെയായിരുന്നു. വലിയൊരു കബോർഡും അതിൽ അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളും നല്ല ബെഡും അതിനൊക്കെ പുറമെ നല്ല അടിപൊളി ബാത്റൂമും കുളിക്കാൻ വേറെ ക്യൂബിക്കിളും എല്ലാ ഫെസിലിറ്റിയും, ബാത്റൂമിലെ എല്ലാ ഫെസിലിറ്റികളും ഒക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. പിന്നെ ഇപ്പോൾ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും കാണുന്ന ടീ കെറ്റിലും അതിൻ്റെ സാധനങ്ങളും, പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സും നട്ട്സും ഒന്നും ഞങ്ങൾ എടുത്തില്ല, കാരണം അതിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഒരു സോഫ ഉണ്ടായിരുന്നു ഇതുപോലെ, പിന്നെ ഒരു ടേബിള്, ചെയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഇതെന്തത് താനീ പറയണത് മുഴുവൻ ഹോട്ടലിനെ കുറിച്ചിട്ട്, നോ ഹോട്ടലിൽ അവിടെ റൂം, ആ റൂം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലല്ലോ വീഡിയോ ഇടണേ. വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത് നമ്മുടെ യാത്രയല്ലേ. നമ്മൾ പോയി യാത്ര, ഹിമാലയം യാത്ര, അല്ലെങ്കിൽ മറ്റേ ബുള്ളറ്റിൻ്റെ റൈഡ്, എൻഫീൽഡിൻ്റെ റൈഡ്, അതിൻ്റെ അനുഭവങ്ങളും കാഴ്ചകളൊക്കെ അല്ലേ പറയണേ. ഹോട്ടലിനെ കുറിച്ച് വിവരിച്ചതൊക്കെ മാറി. ഇത് ആർക്കെ കേൾക്കണ്ടേ? ഞാൻ യാത്രയെക്കുറിച്ച് പറയാം. അത് ശരിയാണല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു വരാം. റൈഡേഴ്സൊക്കെ രാവിലെ ഇപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. പലരും വണ്ടി ഓടിച്ചിട്ടാണ് ചണ്ഡീഗഡ് വരെ വന്നത്. ഞങ്ങളൊക്കെ പാഴ്സൽ ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ പലരും വണ്ടി ഓടിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ രാവിലെ നേരത്തെ ഞങ്ങളെക്കാളൊക്കെ മുന്നേ വന്നവരുടെയാണ് കേട്ടോ.
അപ്പോഴേക്കും വണ്ടിയുടെ ചെക്കപ്പുകൾ തുടങ്ങിയിരുന്നുണ്ടായിരുന്നു. 2 ഷെഡ് ഇട്ടിട്ട് 2 സെറ്റ് ഓഫ് മെക്കാനിക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡിൻ്റെ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ നിന്നുള്ള മെക്കാനിക്കുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി തിരക്കാവണതിൻ്റെ മുമ്പ് കൊടുക്കാമെന്നും പറഞ്ഞ് രമേശേട്ടൻ നേരത്തെ കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് വേഗം തന്നെ ഞങ്ങളുടെ പണികൾ തീർന്നു പോന്നു. ഈ വണ്ടിയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. മിറ്റിയോർ 350 എന്നുള്ള വണ്ടിയായിരുന്നു. ഞങ്ങളതാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. അതെന്തായാലും ചെക്കപ്പിൽ ഞങ്ങളുടെ വണ്ടി ത്രൂ ആയി. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, വണ്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ത്രൂ ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ബാക്കി ടെസ്റ്റുകൾ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റും റൈഡിങ് ഗിയറിൻ്റെ ടെസ്റ്റും. ഇതാണ് കേട്ടോ 2 ഡോക്ടർമാർ. ഇവരാണ് ഞങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്ത ആൾക്കാർ. ഇവർ ഞങ്ങളുടെ കൂടെ റൈഡ് കഴിയുന്നവരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഞങ്ങളൊക്കെ ത്രൂ ആയി. പിന്നെ ഞങ്ങളുടെ റൈഡിങ് ഗിയറിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു. റൈഡിങ് ഗിയറും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഹെൽമെറ്റുകൾ, ജാക്കറ്റുകളൊക്കെ അവർ ടെസ്റ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയമായി. കാരണം ഞങ്ങൾ ആദ്യം തന്നെ എല്ലാ ടെസ്റ്റുകൾക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ചണ്ഡീഗഡിലെ പ്രശസ്തമായിട്ടുള്ള റോക്ക് ഗാർഡൻ കാണാൻ പോകാമെന്ന്. ഞങ്ങളുടെ ഒരു കോ റൈഡറേയും കൂടിയും കമ്പനിക്ക് കിട്ടിയിട്ടാണ്. ഒരു മലയാളി തന്നെയായിരുന്നു ഇയാൾ. പക്ഷേ റോക്ക് ഗാർഡൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടംപോലെ ഞങ്ങളുടെ കോ റൈഡേഴ്സ് ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. 1960കളിൽ നെക്ചന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് റോക്ക് ഗാർഡൻ. അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആരും അറിയാതെ, ആരും കാണാതെ പുറംപോക്ക് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത്ര ഇതുണ്ടാക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവൻ പാഴ്വസ്തുക്കളും കല്ലും മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ള ശില്പങ്ങൾ, പിന്നെ പഴയ കുപ്പിവളകൾ, പാത്രങ്ങളുടെ ഭാഗങ്ങൾ, കപ്പുകൾ, യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതുകൊണ്ടൊക്കെ മാത്രമാണ് ഈ റോക്ക് ഗാർഡൻ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം 40 ഏക്കറോളം സ്ഥലം വരുന്നുണ്ട് അത്ര. ഈ ശില്പങ്ങളിൽ അധികവും മനുഷ്യന്മാരും മൃഗങ്ങളും തന്നെയാണ് കേട്ടോ. പലതരം മൃഗങ്ങൾ, മനുഷ്യന്മാരുടെ തന്നെ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ, വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പാഴ്വസ്തുക്കളോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഓരോ കപ്പുകളൊക്കെ ഓരോ ആൾക്കാരുടെ തലയായിട്ട് മാറിയിട്ടുള്ളതൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഡോൾ മ്യൂസിയം തന്നെയാണ്. ഇതാണ് ഡോൾ മ്യൂസിയം. ഡോൾ മ്യൂസിയത്തിൽ വളരെ ഭംഗിയായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് അവർ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പാവകളുടെ ഈ പഴയ തുണികളൊക്കെ വെച്ചിട്ട് ഒരുപാട് പാവകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓരോ പാവകളും ഓരോ സംഭവങ്ങളാണ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വീട്, അതിലെ കുറേ ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാട്ടുകൂട്ടം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കഥ പറയുന്ന പോലെ ഉള്ള പാവകളുടെയാണ് അവിടെ മുഴുവൻ കണ്ടത്. അതിലൊരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല രസമായിട്ട് തന്നെ എനിക്കത് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് 40 ഏക്കർ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ചൂട്. ഭയങ്കര ചൂടായിരുന്നു അത്. ഒന്നാമത് മുഴുവൻ കരിങ്കല്ലല്ലേ, കല്ലുകളും അങ്ങനത്തെ സാധനങ്ങളും മാത്രം വെച്ചിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. കുറച്ചുകൂടെ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ ചൂടെടുത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടയേർഡായി. കണ്ടില്ലേ, ആൾക്കാർ അവിടെ ഇരുന്ന് ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ചിത്രമൊക്കെ വരപ്പിക്കാം കേട്ടോ, നമ്മളുടെ ചിത്രങ്ങളൊക്കെ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും ചൂടും ദാഹമൊക്കെ കാരണം എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്നുള്ള സ്ഥിതിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ വളരെ വേഗം തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പക്ഷെ നിങ്ങളോട് എനിക്കൊരു സജഷൻ ഉള്ളത്, നിങ്ങൾ ആരെങ്കിലും റോക്ക് ഗാർഡൻ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ഗൈഡിനെ കൂടെ കൊണ്ടുപോകാൻ നോക്കണം. കാരണം ഇതിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും ഉണ്ടായാൽ തന്നെ പറ്റുള്ളൂ. ഞങ്ങളെ ഒരു ഫോറിനേഴ്സിനെ ഗൈഡിനെയും കൂടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെയൊക്കെ കഥകളുണ്ട് എന്നുള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ഗൈഡിനെ കൂടി കൊണ്ടുപോവുക. എന്തായാലും പിന്നെ അധിക സമയമൊന്നും ഞങ്ങളവിടെ ചിലവഴിച്ചില്ല. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തിരിച്ചു പോന്ന് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. ഹോട്ടലിൽ ചെന്ന് ഒരുപാട് സമയം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഡിന്നർ ടൈമായി. ഞങ്ങൾ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഡിന്നർ കഴിക്കാൻ തിരിച്ചു വന്നു. അവിടെ
അടിപൊളി ഒരു ഡിന്നർ തന്നെയാണ് റോയൽ എൻഫീൽഡുകാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പ് മുതൽക്ക് എല്ലാവിധ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. സൂപ്പായാലും ഒരുപാട് തരം സാലഡ്സും, അത് കഴിഞ്ഞ് പിന്നെ റൊട്ടി, പല വിധത്തിലുള്ള കറികൾ, റൈസ് ഐറ്റംസ്, പിന്നെ പാസ്ത, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റം ആയിട്ടുള്ള ഒരു അടിപൊളി ബഫേ ഡിന്നർ തന്നെയായിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ ഒരുപാട് തരത്തിലുള്ള സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ അതിരാവിലെ സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഒരു 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് രാവിലെ 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, ലഗേജ് ഡ്രോപ്പ് ചെയ്യണം, 5:30 ബ്രേക്ക്ഫാസ്റ്റ്, 6 മണിക്ക് 6:30 അസംബ്ലി ചെയ്യുക, 7 മണിക്ക് ഫ്ലാഗ് ഓഫ് ഉണ്ട്. അവിടെ ഫ്ലാഗ് ഓഫ് സെറമണിയൊക്കെ ഉണ്ട്. അത് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ, നേരത്തെ നീക്കേണ്ടതാണ് രാവിലെ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.